ഒരു പെസഹാ ദിനം കൂടെ സമാഗതമായ ഈ ഒരു വർഷം പെസഹായെക്കുറിച്ചുള്ള ചില ചിന്തകൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവും ശിഷ്യന്മാരും പെസഹയ്ക്ക് വേണ്ടി ചില ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. പെസഹ ഒരുക്കാൻ കർത്താവ് അയച്ചത് പത്രോസിനെയും യോഹന്നാനെയും ആയിരുന്നുവെന്ന ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇതിനു മുമ്പും പെസഹ ആചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്നുള്ള ചോദ്യം ശിഷ്യന്മാരിൽ നിന്ന് ഉയർന്നു വന്നത്. സകലത മുന്നമേ അറിയുന്ന കർത്താവ് ഇപ്രകാരം വെളിപ്പെടുത്തി, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കുവിൻ. ലൂക്കോസ് 22:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സാധാരണ രീതിയിൽ വെള്ളം കോരുന്നത് സ്ത്രീകളാണ്. ഉൽപ്പത്തി 29:1 മുതൽ 8 വരെ, പുറപ്പാട് 2:15, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:7. എന്നാൽ ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സംഭവം മുതൽ യേശുവിൻ്റെ പ്രവർത്തനം അസാധാരണമാകുന്നു എന്നുള്ള വ്യക്തമായിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അവിടെ കാണുകയാണ്. അപൂർവമായ ആ സംഭവം പോലും ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ കൃത്യതയെ വ്യക്തമായിട്ട് എടുത്തു കാട്ടുന്നു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ യഹൂദന്മാരുടെ വീടുകൾ ഇരുനിലയുള്ള വീടുകളായിട്ടാണ് അവർ പണിയുന്നത്. മർക്കോസ് 2:4, അപ്പോസ്തലപ്രവൃത്തി 10:9, യോഹന്നാൻ മർക്കോസ് എന്ന് വിശ്വസിക്കപ്പെടുന്ന മനുഷ്യൻ്റെ വീട്ടിൽ സെഹിയോൻ മാളിക മുറിയിൽ ഒരു വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് യേശുവും ശിഷ്യന്മാരും പെസഹയ്ക്ക് വന്ന് ഒരുമിച്ച് കൂടി എന്ന് വ്യക്തമാണ്. സാധാരണ രീതിയിൽ പെസഹ എന്ന് പറയുമ്പോൾ കുഞ്ഞാടിൻ്റെ മാംസം, കയ്പ് ചീര, പുളിപ്പില്ലാത്ത അപ്പം, വീഞ്ഞ് മുതലായവ വ്യക്തമായിട്ട് കാണേണ്ടതാണ്. എന്നാൽ ഇവിടെ അപ്പം, വീഞ്ഞുകൾ മാത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ എന്ന് വ്യക്തമാണ്. കർത്താവ് ശിഷ്യന്മാരും പെസഹായ്ക്ക് കൂടുമ്പോൾ അവിടെ കാണുന്നത് അപ്പവും വീഞ്ഞും മാത്രം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൊരുളായിരിക്കുന്ന ക്രിസ്തു അവിടെ വ്യക്തമായിട്ട് വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പെസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. 1 കൊരിന്ത്യർ 5:7. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, ദൈവകുഞ്ഞാടായ ക്രിസ്തു ഇവിടെ പെസഹ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് നടത്തുകയാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിടെ പെസഹ ആചരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് ഒരു യജമാനനെ പോലെയല്ല, അവൻ ദാസ വേഷം ധരിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ഒരു കാഴ്ചയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ പെസഹയുടെ ആ സമയത്ത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എഴുന്നേറ്റ് പുറംകുപ്പായം ഊരി വച്ചനന്തരം ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും തുവർത്തുകൊണ്ട് തുടയ്ക്കുവാനും
തുടങ്ങി. യഹൂദന്മാരുടെ പ്രധാന സദ്യവേളകളിൽ ഒരു ഭാഗത്ത് കാല് കഴുകുവാനുള്ള വെള്ളവും തുടയ്ക്കുവാനുള്ള തുവർത്തും അവരെ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. ഈ ഉദ്ദേശത്തോടെയാണ് കാനാവിലെ കല്യാണ വീട്ടിൽ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ 2:6. പരീശന്മാരും യഹൂദന്മാരും ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. മർക്കോസ് 7:3-4. അന്ന് വരെ ഈ പാദശുദ്ധീകരണ ശുശ്രൂഷ യജമാനന്മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നത് സമൂഹത്തിൽ ഏറ്റവും താണവരായിരുന്നു. സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ യജമാനന്മാർക്ക് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തിരുന്നു. അടിമകളും അങ്ങനെ ചെയ്തു പോന്നിരുന്നു. സകല ഗുരുക്കന്മാരുടെയും ഗുരുവും യജമാനനുമായ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ തിരുക്കരങ്ങളാൽ ശിഷ്യന്മാരുടെ മലിനപാദങ്ങൾ കഴുകുവാൻ തയ്യാറായി എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതായത് നായകൻ ശുശ്രൂഷക്കാരനായി മാറുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്ക വിഷയമുണ്ടായിരുന്നു. ആ തർക്കമെന്ന് പറയുന്നത്, ഞങ്ങളിൽ ആരാണ് വലിയവൻ? ലൂക്കോസിൻ്റെ സുവിശേഷം 9:46, 22:24. പലപ്പോഴും ഇവരുടെ ഇടയിൽ ഇതൊരു വാചക പോരിലേക്ക് വേർതിരിക്കപ്പെട്ടിരുന്നു. കഫർനഹൂമിൽ വെച്ച് ഈ ഒരു തർക്കം വന്നപ്പോൾ കർത്താവ് അവരെ തിരുത്തുവാൻ ഒരു ഉദാഹരണം വെളിപ്പെടുത്തി. ഒരു ശിശുവിനെ ഉപയോഗിച്ചു. നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ ആകുക, എന്നാൽ നീ വലിയവനാകും. എന്നിട്ടും അവർക്ക് തിരുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസിൻ്റെ അടുക്കൽ കർത്താവ് കാല് കഴുകാൻ വന്നപ്പോൾ പത്രോസ് അതിനെ തടയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു നടത്തിയ കാലുകഴുകൽ ശുശ്രൂഷയെപ്പറ്റി മേയർ പോൾമാൻ പറയുന്ന ഒരു ആലങ്കാരിക വ്യാഖ്യാനമുണ്ട്. അതിപ്രകാരമാണ്: അത്താഴത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റ് സ്വർഗത്തിൽ അവൻ്റെ വേർപാടിനെ കാണിക്കുന്നു. വസ്ത്രം ഊരിവെച്ചത് സ്വർഗീയ മഹത്വവും ശ്രേഷ്ഠതയും ഉരിഞ്ഞു വെച്ചതിന് തുല്യമാണ് എന്നുള്ളതാണ്. തുവർത്തും പാത്രവും എടുത്തത് അവൻ സ്വീകരിച്ച ദാസ്യരൂപത്തിന് അടയാളമാണ്. ശിഷ്യന്മാരുടെ പാദത്തിലേക്ക് തൻ്റെ തല കുനിച്ചത് കാൽവറിയിലെ ആ ഒരു യാഗം, ആ വിനീതമായിരിക്കുന്ന കാര്യത്തിൻ്റെ നിഴലാണ്. പാദങ്ങൾ കഴുകിയത് പാപികളുടെ ആത്മാക്കളെ കഴുകുന്നതിന് വേണ്ടി അവൻ്റെ താഴ്ചയുടെ വ്യക്തമായിരിക്കുന്ന വെളിപ്പാട്. ഇപ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ ആ പാദങ്ങൾ കഴുകി. യോഹന്നാൻ പത്രോസ് തടുത്തുവെങ്കിലും പത്രോസിൻ്റെ കാൽപാദങ്ങൾ കർത്താവ് കഴുകി എന്ന് കാണുവാൻ കഴിയുന്നു. തുടർന്ന് സംഭവിക്കുന്ന യൂദ ആദ്യത്താഴ സമയത്ത് പിശാചിനാൽ പിടിക്കപ്പെട്ട് അവിടം വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച. ഇതിനുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പെസഹായും തിരുവത്താഴവും, പെസഹാ ദിവസം കർത്താവ് 2 കാര്യങ്ങൾ വ്യക്തമായിട്ടും ചെയ്തു. പെസഹായും തിരുവത്താഴവും. മർക്കോസ് 14:18-22 വരെ. അന്ന് കർത്താവ് നടത്തിയ പെസഹാ ചരിത്രത്തിൽ
പുറകോട്ട് നോക്കി മിസ്രൈമിൽ നിന്നുള്ള വിടുതലിനെ ചൂണ്ടിക്കാട്ടിയപ്പോൾ, തിരുവത്താഴത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മുൻപോട്ട് നോക്കി ക്രൂശിലെ പരമയാഗത്തെയും വ്യക്തമായിട്ട് കാണിച്ചു തരികയായിരുന്നു. യൂദയെക്കുറിച്ച് പഠിക്കുമ്പോൾ യൂദ പെസഹ മാത്രമേ സ്വീകരിച്ചുള്ളൂ എന്നും, യൂദ പോയ ശേഷമാണ് കർത്താവ് തിരുവത്താഴം സ്ഥാപിച്ചതെന്നുമാണ് മിക്ക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. പെസഹാനന്തരം യേശു അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്ത്, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം ആക്കും. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, മർക്കോസ് 14-ാം അധ്യായം, ലൂക്കോസ് 22-ാം അധ്യായം, 1 കൊരിന്ത്യർ 11-ാം അധ്യായം. അപ്പോൾ ഇവിടെയെല്ലാം ആ പെസഹായുടെ പ്രാധാന്യം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. തിരുവത്താഴത്തിന് ശേഷം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ദീർഘസമയം സംഭാഷണം നടത്തി. യോഹന്നാൻ 13-ാം അധ്യായം. ഈ സംഭാഷണത്തിൽ തൻ്റെ ഭാവി ശുശ്രൂഷ, പത്രോസ് തള്ളി പറയുമെന്ന് ഉള്ള പ്രവചനം, ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ള വ്യക്തമായിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പെസഹ മിസ്രൈമിൽ അടിമനുഖത്തിൽ ആണ്ടമനതടിയപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു രാത്രി ഒരു പെസഹ ആചരിച്ചു. രാത്രി അവർ മിസ്രൈമെന്ന ഇരുമ്പുലയിൽ നിന്ന്, അടിമനുഖത്തിൽ നിന്ന് ദൈവത്താൽ അവർ സ്വതന്ത്രരാക്കപ്പെട്ടു. അവരോർമ്മ പുതുക്കിക്കൊണ്ട് കുഞ്ഞാടുകൾ അറക്കപ്പെട്ടിരുന്നു. സാക്ഷാൽ കുഞ്ഞാടായ കർത്താവ് അറുക്കപ്പെടാൻ പോകുന്നതിന് മുമ്പ് പെസഹായുടെ പൊരുളായ ക്രിസ്തു പെസഹ ശിഷ്യന്മാരുമായിട്ട് ആചരിച്ചു. കർത്താവ് തുടർന്ന് സ്നാപകയോഹന്ന ശിഷ്യന്മാരോട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത് ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് ക്രൂസിലേക്ക് നടന്നെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, സാക്ഷാൽ പൊരുളായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴട്ടെ. ആ കർത്താവ് ഉള്ളിലുള്ള ഒരു അനുഭവത്തിൽ ഈ ഭൂമി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ഓർത്തുകൊണ്ട് എനിക്കായി യാഗമായി തീർന്നു, എനിക്കായി തൻ്റെ പ്രാണനെ നൽകി, ആർക്കും ഒരിക്കലും വിലയിടുവാൻ കഴിയാത്ത വിലയേറിയ രക്തം തന്ന് എന്നെ വീണ്ടെടുത്തു. ആ കർത്താവിന് വേണ്ടി വിലയുള്ളവരായി ഈ ഭൂമി ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.